വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നെയിം MeenusTasteofhome. കൊഞ്ച് എങ്ങനെ വൃത്തിയാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊഞ്ച് വൃത്തിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കൊഞ്ചിൻ്റെ ഈ തലയുടെ ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളൊരു ഷെല്ലിങ്ങനെ പൊളിക്കുക. ഈ വാലറ്റത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുക. എന്നിട്ട് ഈ കൊഞ്ച് നമുക്കൊന്ന് വലിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഷെല്ല് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതെടുക്കാം. ഹെഡിൻ്റെ പോർഷൻ ഒന്ന് ഒടിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തുള്ള തൊലി നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വാലറ്റം ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഊരി വരും. ബാക്കി എല്ലാ കൊഞ്ചും ഇതേപോലെ ചെയ്തിട്ടെടുക്കുക. തലയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് കറക്കി ഒടിക്കുക. പുറത്തുള്ള തൊലി എടുക്കുക. വാലറ്റം ഭാഗം ഒന്ന് ജസ്റ്റ് ഞെക്കി വലിച്ചെടുക്കുക. പിന്നെ എന്തെങ്കിലും തൊലി ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്തു മാറ്റുക. ഇപ്പോൾ കൊഞ്ചിൻ്റെ തലയും വാലും ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കൊഞ്ചിൻ്റെ പുറകു വശത്ത് ഒരു ചെറിയ ഞരമ്പുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്തു മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ പുറകു വശത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ കാണുന്ന ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ഞരമ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാ കൊഞ്ചിൻ്റെയും ഞരമ്പ് ഇതേപോലെ എടുത്തിട്ട് കളയുക. പുറകുവശത്ത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത നിറത്തിലുള്ള ഞരമ്പുണ്ട്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ എടുക്കും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് കളഞ്ഞിട്ട് മാത്രമേ ഇത് നിങ്ങൾ ഏത് റെസിപ്പി വേണമെങ്കിലും കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ ഇതിൻ്റെ പുറകുവശത്ത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതിനകത്തുള്ള കറുത്ത ഞരമ്പ് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതും എടുത്ത് കളയുക. കൊഞ്ച് ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൃത്തിയാക്കി വന്നപ്പോൾ ഇതിൻ്റെ പകുതി ആയിട്ടുണ്ട്. പിന്നെ ഇത് വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉള്ളൊരു കറുത്ത ഞരമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.